അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ അയീക്കര ഹാർബറിലേക്കാണ്. അപ്പോൾ ഇന്ന് അവിടെയാണ് നമ്മുടെ ഫിഷിങ്. അപ്പോൾ നമ്മൾ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മീനൊക്കെ മേടിക്കാനായിട്ട് പോവാണ്. മത്തിയാണ് മേടിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ചെമ്മീൻ കിട്ടുവാണെങ്കിൽ അത് വാങ്ങും. അപ്പോൾ നമ്മൾ എന്താണുള്ളതെന്നനുസരിച്ച് അത് വാങ്ങിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇവിടെ മത്സ്യബന്ധനമൊക്കെ കഴിഞ്ഞ് ബോട്ടും വള്ളങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ തിരക്കാണ്. മീൻ മേടിക്കാനൊക്കെ ഉള്ളതും അതുപോലെ തന്നെ കച്ചവടക്കാരും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഈ ഹാർബറിലേക്ക് കയറണമെങ്കിൽ നമുക്ക് 40 രൂപ ടിക്കറ്റ് കൊടുക്കണം. അത് 4 വീലർ ആണെങ്കിൽ 40 രൂപ. അപ്പോൾ അല്ലാതെ നമ്മൾ നടന്നോ അല്ലെങ്കിൽ 2 വീലറിനോ ഒക്കെ വരുന്നെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണ്ട. ചൂണ്ടയിടാനായിട്ട് ആവശ്യത്തിനുള്ള മീനൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്ര നല്ല മീനൊന്നുമില്ല, അവർ ഇച്ചിരി ഡാമേജ് ആയിട്ടുള്ള മീനൊക്കെ കൂട്ടി നമുക്ക് ഇച്ചിരി വില കുറച്ചൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതൊക്കെ ആയിട്ട് നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ ഒരു ജീവനുള്ള ഒരു സ്രാവിൻ്റെ ഒരു ചെറിയ കുഞ്ഞാണ് ഇവിടെ ഇരിക്കുന്നത്. ഉടുമ്പൽ സ്രാവോ അങ്ങനെ എന്തോ ആണ് നമ്മളോട് ഈ മീൻപിടുത്തക്കാരൊക്കെ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചൂണ്ടയിടാനുള്ള മീനൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ചൂണ്ടയും കുളുത്തുകളും ഒക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അത് മേടിക്കാനായിട്ട് നമ്മൾ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയും കൊണ്ട് ഈ പുലിമുട്ടയെ കൂടെ നമുക്ക് അതിൻ്റെ അങ്ങേ എൻഡ് വരെ പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ചൂണ്ടയും അതുപോലെ തന്നെ ടങ്കീസ് അതുപോലെ നെയ്യം. അപ്പോൾ ഈ 3 ഐറ്റം മേടിക്കാനായിട്ട് നമ്മളിവിടെ കയറിയേക്കുന്നത്. അപ്പോൾ അതും പർച്ചേസ് നമ്മൾ ഉടനെ ഇറങ്ങുവാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ പുലിമുട്ടിൻ്റെ അങ്ങേ എൻഡിലേക്ക് പോവാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് സൈഡ് വശം വഴി നമുക്ക് അങ്ങേ അറ്റത്തേക്ക് പോകാൻ പറ്റും. നല്ല രസമുള്ള ഒരു അനുഭവമാണ്, ഭയങ്കര രസമായിട്ട് തോന്നി. മീൻപിടുത്തക്കാരൊക്കെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ പുലിമുട്ടിലൊക്കെ എല്ലായിടത്തും തന്നെ കല്ല് കൂട്ടിയിട്ടേക്കും. അപ്പോൾ അത് നമുക്കൊരു അപകട സാധ്യത ഉള്ളതാണ്. നമ്മൾ ആ കല്ലുരുണ്ട് പോകാനോ അതിൻ്റെ ഇടയ്ക്ക് കാല് പോകാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ഇങ്ങനെ ചെരിച്ചിട്ടേക്കുവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്ന് മീൻ പിടിക്കാനൊക്കെ എളുപ്പമാണ്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. കല്ല് ചവിട്ടി തെന്നി വീഴുമെന്നോ അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് മീൻ പിടിക്കാൻ അപ്പോൾ ഫിഷിംഗ് ബോട്ടുകളെല്ലാം തന്നെ ഈ ഒരു സൈഡ് വഴിയാണ് ഹാർബറിലേക്ക് പോകുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ നിന്നപ്പം തന്നെ മനസ്സിലായി, എല്ലാ ബോട്ടുകളും ഈ വഴിക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീൻപിടുത്തം ആരംഭിച്ചിട്ടുണ്ട്. എത്ര നേരം നിൽക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മീൻ കിട്ടിയാൽ നമ്മൾ പോകും. നമ്മൾ ഒരുപാട് നേരം നിന്ന് പിടിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഹാർബറിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റൊരു ഹാർബറിലും കാണാത്ത പോലെ ഉള്ള ഒരു പ്രത്യേകതയാണ് ഇവിടെ ഉള്ളത്. കാരണം ഇവിടുത്തെ വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ ഇങ്ങനെ അടുപ്പിച്ചിടാനായിട്ടും ഒക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അതിനുവേണ്ടി തന്നെ പ്രത്യേക സ്ഥലങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ വലയും സാധനങ്ങളും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വെക്കാനായിട്ടുള്ള പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ ചൂണ്ടയിടാൻ പറ്റും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മീനെ കിട്ടുകയും ചെയ്യും. പക്ഷേ ഇവിടെ നിന്ന് കിട്ടുന്ന മീനിനൊക്കെ ഒരു എണ്ണച്ചൊവ ഉണ്ടായിരിക്കും. കാരണം ഈ ബോട്ടും വള്ളങ്ങളും എല്ലാം ഇവിടെ കൊണ്ട് ഇടുന്നത് കൊണ്ട് തന്നെ അതിനൊക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങനെ ആരും തന്നെ ഇടാറില്ല. അപ്പോൾ അവൾ ഇരയായിട്ട് എടുത്തിട്ടുള്ളത് മത്തിയുടെ ഒരു തലയും ഒരു മുകൾ ഭാഗം കൂട്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കോർത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഇട്ട് വയ്ക്കാം. ായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കടലും ഒന്നും കാണാൻ പറ്റുന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീനെ പിടിക്കാനായിട്ട് നമ്മൾ ഇരയിട്ടു. ഇനി നമ്മൾ ഞണ്ടിനെ പിടിക്കാനായിട്ട് ചെറിയ വലയും കൂടി ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് അടിപൊളി ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു കിലോയോളം വരുന്ന ഒരു മീനാണിത്. അപ്പോൾ ഇത് ഏരിയ എന്നാണ് സാധാരണ പറയുന്നത്, പക്ഷെ കണ്ണൂർ ഇതിന് പറയുന്നത് കടമ്പിരി എന്നാണ്. അപ്പോൾ നല്ല അടിപൊളി ഒരു മീനാണ്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തെ മുള്ളൊക്കെ കണ്ടോ, വിരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നല്ല നമ്മുടെ കയ്യിലൊക്കെ കൊള്ളുന്ന കൂട്ടാണ്. പിന്നെ ഒരു കരിമീൻ്റെ ഒരു ഷേപ്പ് തോന്നുന്നുണ്ട്. ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെതുമ്പലും അതുപോലെയൊക്കെ കരിമീനുമായിട്ട് ചെറിയൊരു ഇതുപോലെ എനിക്ക് തോന്നി. അതിനെ എടുത്ത് മാറ്റി വയ്ക്കാൻ പോവാണ്. നമ്മൾ ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിലേക്ക് ഇട്ട് വയ്ക്കുവാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന തീറ്റ നമ്മൾ അതിനകത്ത് ഇട്ട് വെച്ചു. കാരണം നമ്മൾ ഈ കല്ലിൻ്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് ഇത് കല്ലേലോ ഒക്കെ എവിടെയെങ്കിലും ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എലിയൊക്കെ ഉണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് എലിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് എടുത്തുകൊണ്ട് പോകും. എലി വന്ന് നമ്മൾ പോലും അറിയാതെ പയ്യെ വന്ന് നൈസായിട്ട് മോഷ്ടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തീറ്റ നമ്മൾ സേഫായിട്ട് വെക്കണം. അതുകൊണ്ട് അത് നമ്മൾ ഈ ബോക്സിൽ തന്നെ ഇട്ട് വെച്ചേക്കുവാണ്. നമുക്കൊരു ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വലയെ കുടുങ്ങിയതാണ്. അതിൻ്റെ അടിയിൽ മുട്ടയൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഞണ്ട് കഴിക്കാൻ കൊള്ളില്ലെന്നാണ് പറയുന്നത്. അത് വേറെന്തോ പ്രത്യേകത ഉള്ളതാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ തിരിച്ചു വിടുവാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ മറ്റൊരു ഞണ്ടാണിത്. ഇതെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, നമ്മൾ കഴിക്കുന്ന ഞണ്ടാണ്. കുറച്ചുകൂടെ സൈസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മളെടുക്കും. ഇത് നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് ഇപ്പോൾ അടുത്ത് കിട്ടിയേക്കുന്ന ഒരു ഐറ്റം കണ്ടോ, ഇത് ഒരു പാമ്പാണ് കേട്ടോ. കടൽപ്പാമ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഈല് വർഗ്ഗത്തിൽപ്പെട്ട എന്തോ ഒരു കടൽപ്പാമ്പാണ്. അപ്പോൾ നമ്മളിതിനെ നേരത്തെ ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഡീറ്റെയിൽസ് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റ് ഇതിൻ്റെ വർഗ്ഗത്തിലുള്ള ഈല് വർഗ്ഗത്തിലുള്ള വേറെ പാമ്പുകളൊക്കെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പാമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മനുഷ്യനെ വരെ കറണ്ട് അടിപ്പിക്കാൻ കഴിയുന്ന ടൈപ്പാണ് ഈ പാമ്പുകൾ. അപ്പോൾ ഇത് വലിയ പ്രശ്നക്കാരനല്ല കേട്ടോ. ഇത് അങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതൊന്നുമല്ല. ഇതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിന് വായിലിക്കകത്ത് പല്ലുണ്ട് കേട്ടോ. അപ്പോൾ 2-3 പല്ലുണ്ട്. ഇത് വിഷമുള്ളതാണോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ 3 പല്ലിങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് കയ്യെ കൊണ്ടാൽ പ്രശ്നമുണ്ടോ കടിച്ചാൽ പ്രശ്നമുണ്ടോ എന്നൊന്നും നമുക്ക് ഇതുവരെ അറിയത്തില്ല. എന്തായാലും നമ്മൾ അതിനെ സേഫായിട്ട് റിലീസ് ചെയ്യാൻ പോവാണ്. മൂന്ന് പല്ലാണ് അതിൻ്റെ വായിൽ നിന്ന് കാണുന്നത്. അത് നല്ല അങ്ങനെ നമ്മുടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ടൈപ്പ് കുപ്പിച്ചില്ല് പോലെ ഇരിക്കുന്ന.
അപ്പോൾ ഇതിൻ്റെ ഉടക്ക് ഊരിയെടുക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. കുറച്ച് നേരം നമ്മൾ ട്രൈ ചെയ്യുന്നു, നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു അറ്റത്ത് മാത്രം ഉടക്കിയിട്ടുള്ളെങ്കിലും അത് ഊരി വരുന്നില്ല. സാൻഡ്വിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമ്മളെ കുക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് വെട്ടി വൃത്തിയാക്കി എടുത്തിട്ട് നമ്മളിതിനെ വറുത്ത് നല്ല അടിപൊളിയായി കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പം തന്നെ സമയം 10 മണി 11 മണിയൊക്കെ ആയി. അപ്പോൾ എന്തായാലും ഇതിനെ കുക്ക് ചെയ്ത് കഴിച്ചിട്ടേ നമ്മൾ ഇന്ന് കിടന്നുറങ്ങത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിനെ കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കുക്ക് ചെയ്യുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്തേൽ പുരട്ടാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഈ മിച്ചം വന്ന എണ്ണയും ബാക്കി കുറച്ച് ഉള്ളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാനായിട്ട് ഇതിൻ്റെ കൂടെ നമ്മളൊരു മുട്ടയിട്ടൊക്കെ ചിക്കി പൊരിച്ചെടുക്കുവാണ്. അതുപോലെ തന്നെ നമ്മുടെ പൊറോട്ട അത് ഞുള്ളി ഇട്ട് വേറൊരു അടിപൊളി ഐറ്റം കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എല്ലാരും മുഖഭാവം കാണണ്ടേ? ഇപ്പൊ ഏകദേശം ഒന്നര സമയമായി. എല്ലാം പ്രിപ്പറേഷനെല്ലാം കഴിഞ്ഞ് റെഡിയായി കഴിയുമ്പോൾ അപ്പം അനുപേട്ടന്റെ നേതൃത്വത്തിൽ ശ്രീജിത്തും അതുപോലെ മാമുന്റെ മസാലകളെ കൂട്ടിയിട്ട് നല്ല കണ്ടിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. എന്തായാലും കഴിച്ചു.
അത് തിരിച്ചിടുക ഓ നോ ഗായ്സ്, ഇത് നമ്മളെ ബാക്കി വന്ന ബീഫ് കറിയാണ്. പൊറോട്ടയും മുട്ടയും. മാമു കൊണ്ടുവന്ന വളരെ അതെ, അതിനോട് മിക്സ് ചെയ്യലടാ. സോറി. ഒന്നരക്ക് വേറെ അവിടെ കിട്ടൂലേ ഇങ്ങനെ? ഒന്നരക്ക് വേറെ അവിടെ ഇങ്ങനെ നരക്കുന്നല്ല, അവരടുത്ത് ഒരു സമയത്ത് കിട്ടൂലേ. ഇതിലും പോയ മതി. ആക്രമണം അഴിച്ചു വിടുകയാണ്. ഒരു മിനിറ്റ് കൊണ്ട് ഒരു സൈഡ് തീർക്കുകയും അന്ന് എല്ലാ വശവും ജോസഫ് സാറ് യാ. ഒരിഞ്ഞ പോരാട്ടമായിരുന്നു. ഗൈസ് പറയാണ്ട് ഗൈസ് ആ കഴിഞ്ഞ മസാല പിടിച്ച ഇതങ്ങോട്ട് മാറ്റിയിട്. നോക്ക മുരുമുട്ടത്തെ വളരെ ജ്യൂസിയായ അല്ലേ, വളരെ ആയിട്ടുള്ള പോർഷനാണ്. വളരെ ടെൻഡർ ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള സാധനമാണ് മാറ്റം. സമയം അങ്ങനെ പൊട്ടൻഷ്യൽ വെളുത്തുള്ളിയൊക്കെ ഉള്ളി കിടന്നിട്ട്